നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ കാത്തിരുന്ന വാർത്തയുമായി കുവൈറ്റ്. നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർ ഒഴികെയുള്ള പ്രവാസികൾക്ക് ഫാമിലി വിസ നിർത്തിവെച്ചിരിക്കുന്നത് തുടരുന്ന കുവൈറ്റ് തീരുമാനത്തിൽ നിന്ന് അല്പം അയഞ്ഞിരിക്കുകയാണ്. ഫാമിലി വിസകൾ വീണ്ടും അനുവദിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കുവൈറ്റ്. 2024 തുടക്കത്തിൽ തന്നെ, അതായത് പുതുവർഷത്തിൽ തന്നെ ആർട്ടിക്കിൾ 22 വിസകൾ അഥവാ കുടുംബ ആശ്രിത വിസകൾ അനുവദിക്കാനാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രമായ അൽ അൻബയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഫാമിലി വിസ അനുവദിക്കാനാണ് മന്ത്രാലയം ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കുവൈത്തിലേക്ക് കുടുംബങ്ങളെ കൊണ്ടുവരാൻ യോഗ്യതയുള്ള പ്രവാസി വിഭാഗങ്ങൾക്കുള്ള വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കാൻ മന്ത്രാലയം ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യോഗ്യതയ്ക്കുള്ള മാനദണ്ഡം നിർണ്ണയിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർക്കാണ് വിസ അനുവദിക്കുന്നതിന് ആദ്യം അവസരം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ, കൗൺസിലർമാർ എന്നിവരുൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗത്തിലുള്ള പ്രവാസികൾക്ക് മാത്രമായി ആദ്യം ഇത് പരിമിതപ്പെടുത്തുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. നേരത്തെ രാജ്യത്തെ ജനസംഖ്യയിൽ പ്രവാസികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കുടുംബ വിസകൾക്ക് കുവൈറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ സ്വദേശികളെക്കാൾ കൂടുതൽ പ്രവാസി ജനസംഖ്യയുള്ള കുവൈത്തിൽ പ്രവാസി ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ പുതിയ ജനസംഖ്യാ തന്ത്രം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു നടപടി. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ ഫാമിലി വിസയ്ക്ക് അധികൃതർ പച്ചക്കൊടി കാട്ടുന്നത് എന്നും അൽ അൻബ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്ത് ആകെയുള്ള 46 ലക്ഷം ജനങ്ങളിൽ 34 ലക്ഷവും പ്രവാസികളാണ്. 70% വിദേശികളെന്ന ജനസംഖ്യാപരമായ ഈ അസന്തുലിതാവസ്ഥ കുറച്ചുകൊണ്ടുവരാനും ഈ വിസ നിർത്തിവെച്ച കുവൈത്തിന്റെ നടപടിയെ വിലയിരുത്താം. പ്രവാസികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഫാമിലി വിസ സ്പോൺസർ ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ ശമ്പളം 500 കുവൈറ്റ് ദിനാറിൽ നിന്ന് 800 ദിനാറായി ഉയർത്തുന്ന കാര്യവും മന്ത്രാലയത്തിന് കീഴിലുള്ള നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഗൾഫ് കോ ഓപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ ഏകീകൃത ഗൾഫ് വിസ സംവിധാനത്തിൽ വിസയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം രാജ്യം വിടുന്നതിൽ പരാജയപ്പെടുന്ന ഏതൊരു സന്ദർശകനും പ്രതിദിനം 100 കുവൈറ്റ് ദിനാർ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് പ്രത്യേക വ്യവസ്ഥയിൽ ഫാമിലി വിസ അനുവദിക്കുന്ന നയം കഴിഞ്ഞ ഓഗസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. പ്രവാസി മെഡിക്കൽ സ്റ്റാഫിന്റെ അടുത്ത കുടുംബാംഗങ്ങളെ കുവൈത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയുടെ അഭ്യർത്ഥന ഷെയ്ഖ് തലാൽ അംഗീകരിച്ചതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഈ തീരുമാനത്തെ ഉൾക്കൊള്ളുന്നത്.